ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പം ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിട്ട് 2 ദിവസമായി. എന്നാലും അതങ്ങോട്ട് ചൂട് പിടിച്ച് വരുന്നില്ല. ലാലേട്ടൻ്റെ സംസാരവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വന്നൊരു ബിഗ് ബോസ്. സത്യം പറഞ്ഞാൽ ഈ മത്സരാർത്ഥികളുടെ ഒരു എന്താ പറയുന്നത്, അവരെപ്പറ്റി എനിക്ക് അറിയില്ല. എല്ലാ മത്സരാർത്ഥികളും മികച്ച മത്സരാർത്ഥികളാണ്. പക്ഷേ ഒരു ഗ്രഹത്തിന് ചുറ്റും സഞ്ചരിക്കുന്ന മത്സരാർത്ഥികളായിട്ട് ഇവർ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. ഇതിനകത്ത് അനീഷ് എന്ന് പറയുന്ന ചൊറിയൻ എന്ന പേരുള്ള എല്ലാവരെയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചൊറിഞ്ഞ് കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. ആദ്യമേ തന്നെ ബിഗ് ബോസ് ഇത് മനസ്സിലാക്കുകയും അനീഷിൽ നിന്ന് ക്യാമറ സ്പേസ് എടുത്ത് മാറ്റുകയും ചെയ്തതാണ്. പക്ഷേ രണ്ടാം ദിവസം ബിഗ് ബോസിന് എന്ത് ചെയ്യാൻ പറ്റും? കാരണം വേറെ ആരും കണ്ടൻറ് കൊടുക്കുന്നില്ല. അനീഷ് പറയുന്ന വാചകത്തിൽ പിടിച്ച് പിന്നെ കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അനീഷ് ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് ഗുലുമാലുണ്ടാക്കിയിട്ട് പോകും. അതിനെപ്പറ്റിയാണ് പിന്നെ ചർച്ചകൾ. ബാക്കിയുള്ള 17 പേര്, അതിൽ 1-2 പേർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് അത് പാലിക്കുന്നുണ്ട്. റെന, ഫാത്തിമ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം അനീഷ് പറയുന്ന കാര്യങ്ങൾ അത് പിടിച്ച് കയറി അതൊരു കണ്ടൻറ് ഉണ്ടാക്കുക. അനീഷ് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അനീഷ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനിടയിൽ കൂടെ സ്പേസ് ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ കണ്ടൻറ് മൊത്തം പോകുന്നത് അനീഷിനാണ് എന്നുള്ള സത്യം ഈ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇവർ ബിഗ് ബോസ് കാണാതാണോ ഇതിനകത്ത് കയറിയതെന്ന് എനിക്ക് സംശയമുണ്ട്. അതോ അറിഞ്ഞിട്ടും അറിയാത്തപോലെ ഇവർ കാണിക്കുകയാണോ എന്നുള്ള സംശയമുണ്ട്. ഈ ഷോ ജനങ്ങളെ സംബന്ധിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അത് പല സീസണിലും കണ്ടിട്ടുള്ളതാണ്. ഈ ചൊറിയുക, അതിലൂടെ കണ്ടൻറ് ഉണ്ടാക്കുക, പിന്നെ മാറിപ്പോവുക, ഒറ്റ തിരിഞ്ഞ് നിൽക്കുക, ഇതൊക്കെ നമ്മൾ പല സീസണിലും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ബിഗ് ബോസിൽ ആകെപ്പാടെ കണ്ടൻറ് കൊടുക്കുന്ന ഒറ്റ മത്സരാർത്ഥിയേ ഉള്ളൂ ഇപ്പം, അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി. അത് കൃത്യമായിട്ട് പഠിച്ച് പ്ലാനിലൂടെയാണ് വരുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഒരു പരിപാടിയുണ്ട്, ചൊറിയുക പിന്നെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുക. അനീഷിനെ സംബന്ധിച്ച് ആദ്യമേ ഒന്ന് ചൊറിയുക, അവിടെ ഒരു കണ്ടൻറ് ഇടുക, അതിനുശേഷം മിണ്ടാതെ നടക്കുക എന്നുള്ളതാണ് അനീഷിൻ്റെ രീതി. അതിനനുസരിച്ച് ക്യാമറ ചലിച്ചുകൊണ്ടേയിരിക്കും. അനീഷിൻ്റെ ഈ തന്ത്രം വിജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു മത്സരാർത്ഥികൾ ഇത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാതെയാണ് പെരുമാറുന്നത്. പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും എത്താം.